സ്നേഹമുള്ളവരെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഈ ആത്മീയ മേഖലയുമായി ബന്ധപ്പെട്ട് കാണുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട അച്ഛനും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിക്കാരും അടങ്ങുന്ന ഒരു വിഭാഗവും, ഇപ്പുറത്ത് നമ്മുടെ അൽമാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു വിഭാഗവും എന്നും നമ്മൾ കാണുന്നതാണ് ഈ രണ്ട് വിഭാഗത്തെ. ഏറെ പ്രത്യേകിച്ച് ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പം അതിനോടൊപ്പം വിവാദങ്ങൾ ഉയർന്നു വരും. അപ്പൊ ഇവര് പള്ളിയെയും പട്ടക്കാരെയും ഒക്കെ എന്നും ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം. അതിന്റെ തലമുറ മാറ്റമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. എന്നാൽ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗവും, അത് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. പക്ഷെ ഇതിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇത് പറയുന്ന ആൾക്കാർ, ഈ രണ്ട് പക്ഷം പിടിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവരുടെ ആത്മീയ മേഖല കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആത്മീയ മേഖല എന്ന് പറയുമ്പം അവര് ഇവിടെ രൂപതാടിസ്ഥാനത്തിലോ അല്ലാതെ തന്നെ അവര് സംസ്ഥാന തലത്തിലോ ഒക്കെ ഈ ബൈബിൾ ക്വിസിനോ മറ്റു പ്രവർത്തനങ്ങൾക്കോ KCYM-ലോ ഒക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷെ അവർ പക്ഷം പിടിച്ച് സംസാരിക്കുകയും മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നത്, പരസ്പരം തേജോവധം ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമാണ് ഉണ്ടാവുന്നത്. കാരണം ഇവർ ഈ ആത്മീയതയുടെ ഭാഗത്ത് ചേർന്ന് നിൽക്കുമ്പോഴും ഈ വിമർശിക്കപ്പെടുന്ന, പരസ്പരം വിമർശിക്കപ്പെടുമ്പോൾ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചെളിവാരി എറിയുന്ന രീതികളും, ഇതൊക്കെ ഒരു ക്രൈസ്തവകത ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പെരുന്നാൾ ചെയ്ത പിരിസന്ധിമാരും അച്ഛന്മാരെ ശക്തമായി വിമർശിക്കുക. അവർ മനുഷ്യർ, അവർ ലോഹയിട്ട് എന്നുള്ളത് സത്യം. അവര് നമ്മുടെ കൂട്ടത്തിൽ വന്നു, അവർ തെറ്റുകുറ്റങ്ങൾ അവർക്കുണ്ടാവാം. പക്ഷെ അത് അവര് നിയന്ത്രിക്കേണ്ട, അവര് തന്നെ സ്വന്തമായിട്ട് നിയന്ത്രിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമുക്ക് അവരെ വിമർശിക്കാം, അത് അവരോട് ചെന്ന് വിമർശിക്കാം. പക്ഷെ അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല ആൾക്കാരും അവരെ തേജോവധം ചെയ്യുന്നത് ശരിയായ രീതിയല്ല. അത് ചിന്തിക്കേണ്ട കാര്യമാണ്, വ്യക്തിവൈരാഗ്യം തീർക്കേണ്ടതല്ല. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ഒരു വിഭാഗമുണ്ട്, പെന്തക്കോസ് വിഭാഗം. ഈ പെന്തക്കോസ് വിഭാഗം അവരവകാശപ്പെടുന്നത് ഞങ്ങൾ വ്യത്യസ്തരാണ്, ഞങ്ങൾ ബോൺ എഗെയിനായ ആൾക്കാരാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും രണ്ടാമത് ജനിച്ചിട്ടില്ല, അവർ രണ്ടാമത് ജനിച്ച വിഭാഗമാണ്. അവരെങ്ങനെ രണ്ടാമത് ജനിച്ചത്? അവർ ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവിലും എല്ലാം അവർ രണ്ടാമത് ജനിച്ച്. അപ്പൊ അങ്ങനെ രണ്ടാമത് ജനിച്ചവര് അവര് കാണിക്കേണ്ട അവരെ സ്വഭാവത്തിലുള്ള കുറെ സവിശേഷതകളും നമ്മൾ നോക്കിക്കാണും. അങ്ങനെ അവര് ആ വേർപെട്ട സമൂഹത്തിലുള്ളവര് ദൈവികമായ രീതിയിൽ തന്നെ വാക്കുകളും പ്രവൃത്തികളും അവരെ വസ്ത്രധാരണങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അവര് പ്രഘോഷിക്കത്തില്ല, അവര് ദൈവത്തോട് ചേർന്ന് നിന്ന് പോകുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്കറിയാം. ഞാൻ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പറയുക. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആൾക്കാർ പോയിട്ടുണ്ട്, അവരും നമ്മളുമായിട്ട് യാതൊരു വ്യത്യാസവും ഞാൻ കണ്ടിട്ടില്ല. കാരണം അവര് പോയത് ഈ പറഞ്ഞ ബോൺ എഗെയിൻ എന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷെ അവരെവിടെയും ബോൺ എഗെയിൻ ആയിട്ടില്ല. കാരണം ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ വാക്കുകളും, എല്ലാ പ്രവൃത്തികളും അവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അവരും അത് പകർത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ റീൽസ് ഇടുന്നത്, പെന്തിക്കോസുകാർ റീൽസ് ഇടുന്നത് എന്തുവാ? അവരവരുടെ ആത്മീയ കോളത്തിലുള്ള ചില കാര്യങ്ങളാണ് റീൽസ് ഇടുന്നത്. അല്ലാതെ നമ്മൾ രാജ്യം ചുറ്റാൻ പോകുന്നതോ പാട്ട് പാടുന്നതോ ഡാൻസ് ആടുന്നതോ ഒക്കെ നമ്മൾ റീൽസ് ഇടുന്നു? ഇല്ല. അത് നമ്മൾ കത്തോലിക്കര് ചിലപ്പോൾ ചെയ്യും, എല്ലാ കത്തോലിക്കരും ചെയ്യുന്നില്ല. അതേപോലെ ഈ വീണ്ടും ജനിച്ച ആൾക്കാരിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പം ഇതൊക്കെ കപടതകളല്ലേ എന്ന് തോന്നിപ്പോവും. അതുപോലെ തന്നെ ആ വിഭാഗത്തിലുള്ള ഈ പെന്തക്കോസ് സഹോദരങ്ങളിൽ തന്നെ നമ്മൾ അടുത്തറിയുവാൻ സാധിച്ചിട്ടുള്ള ചില ആൾക്കാരിൽ നിന്ന് ഇവരൊരു കൂട്ടായ്മയുടെ ഭാഗമായി പോകുന്നു. സഹോദരങ്ങൾക്ക് വലിയ സഹോദരങ്ങളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അവര് ആഘോഷിച്ച് അവർ പാട്ടുപാടി ആർത്തുല്ലസിച്ചു പോയ വ്യക്തികൾ ചില സാമ്പത്തിക ഇടപാടും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ദൈവികമായ പദ്ധതികളെ എല്ലാം ഉപേക്ഷിച്ച് ദൈവിക കാര്യങ്ങളെല്ലാം മറന്ന് അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി
അവർ മിണ്ടാതെ പോലും ഒരാരാധന കഴിഞ്ഞാൽ അവിടുന്ന് 2 വഴിയിലോട്ട് ഇറങ്ങി വീട്ടിൽ പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരും പരിശുദ്ധരല്ല. നമുക്കാർക്കും വിശുദ്ധിയുടെ വസ്ത്രം അണിഞ്ഞല്ല നമ്മൾ വന്നത്. നമുക്ക് പോരായ്മകളുള്ള എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ പോരായ്മകളെ, ആ ദൈവിക വെളിച്ചത്തിൽ നിന്ന് നമ്മുടെ പോരായ്മകളെ കണ്ട് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മുക്തരാകുവാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ആത്മീയ മേഖലയിലെ പ്രവർത്തനം ഈ ലോകത്തിൽ. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ 2 വിഭാഗങ്ങളല്ലാതൊരു വിഭാഗം ഈ 2 കൂട്ടത്തിലും ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ദൈവത്തെ പുകഴ്ത്തി, ദൈവത്തെ വാഴ്ത്തി, ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്ന പെന്തിക്കോസ്തുകാരും നമ്മുടെ കത്തോലിക്ക വിഭാഗത്തിൽ തന്നെ ഇതിൻ്റെ ഒന്നും മുഖ്യധാരയിൽ വരാതെയും ദൈവത്തെ പ്രീതിപ്പെടുത്തി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നല്ല ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞുകൂടുന്ന, നല്ല മാതാപിതാക്കളായി കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗവും ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളും ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അവർ ഇഷ്ടം മാതിരി അവരാരും ഒന്നും ചെയ്യുന്നത്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും പ്രവൃത്തികളും നമ്മൾ അറിയുന്നില്ല. ആ രീതിയിൽ അവർ നമ്മുടെ പ്രദേശത്തല്ലാതെ തന്നെ അവർ പോയി ഒരുപാട് പാവപ്പെട്ട മക്കൾക്ക് സഹായിക്കുകയും രോഗാവസ്ഥയിൽ കിടക്കുന്നവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വലിയ വിഭാഗം ഈ കത്തോലിക്ക കൂട്ടായ്മയിലുമുണ്ട്. ഇത് നമ്മളെക്കാൾ ഉപരിയായി ഈ വേർപെട്ട സമൂഹത്തിൽ അവരും അവരുടെ കൂട്ടായ്മയിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അന്നേരവും ഈ 2 സ്ഥലത്തുള്ള കള്ളനാണയങ്ങളാണ് ഇതിൻ്റെ മുഖ്യധാരയിൽ. ഞങ്ങൾ ഇതിൻ്റെ ഐഡന്റിറ്റി അവർ വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാർ, ഞങ്ങളാണ് ഇതിൻ്റെ വക്താക്കൾ. അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. അവരൊന്നും ഇതിൻ്റെ വക്താക്കളൊന്നും അല്ല, ഇവരെല്ലാം പരസ്പരം ചെളിവാരി എറിയുന്ന ആൾക്കാരാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യവും കാലഘട്ടത്തിലുമാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ നവമാധ്യമങ്ങളിലും. അത് ചെളിവാരി എറിയാനാകരുത്. ഇതുപോലെ നമ്മൾ അതിൻ്റെ സത്യങ്ങളെ വിളിച്ചു പറയുന്ന വ്യക്തിത്വങ്ങളായി നമുക്ക് മാറുവാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.